Next topic is roofing. So let's see what is a roof. A roof may be defined as the uppermost part of the building provided as a structural covering to protect the building from ill effects of weathering agents such as rain, sun, wind, etc. I repeat, a roof may be defined as the uppermost part of the building provided as a structural covering to protect the building from ill effects of weathering agencies such as rain, sun, wind, etc. So, this is roof in the definition. Now, split it. What is a roof? A roof may be defined as the uppermost part of the building. It is the uppermost part of the building ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലുള്ള പാർട്ടാണ് uppermost പാർട്ടാണ് റൂഫ് പ്രൊവൈഡ് ആസ് എ സ്ട്രക്ചറൽ കവറിംഗ് ഒരു സ്ട്രക്ചറിന്റെ കവറിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് റൂഫ് to protect the building from ill effects of weathering agencies such as rain, sun, wind, etc. Protect building from ill effects of weathering agents like wind, sun. So ഇതാണ് റൂഫിന്റെ ഡെഫിനിഷൻ. റൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം ഒരു കവറിംഗ് ആയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ റൂഫിംഗ് എന്ത് ചെയ്യുന്നു? റൂഫ് ബിൽഡിങ്ങിനെ വിൻഡ്, സൺ, റെയിൻ പോലത്തെ weathering agentsന്റെ bad effects ൽ നിന്നും ബിൽഡിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യും. So a roof is the uppermost part of the building provided as structural covering which protects the building from ill effects of weathering agents like wind, sun, rain, etc. Roof is the uppermost part of the building provided as a structural covering to protect the building from ill effects of weathering agencies such as rain, sun, wind, etc. ഒരു ബിൽഡിങ്ങിന്റെ അപ്പർമോസ്റ്റ് പാർട്ട് അതൊരു സ്ട്രക്ചറൽ കവറിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനാണ്? ബിൽഡിങ്ങിനെ വെതറിങ്ങിന്റെ ഇൽ ഇഫക്ട്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, വെതറിംഗ് ഏജൻസിന്റെ ഇൽ ഇഫക്ട്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറൽ കവറിംഗ്. സോ റൂഫ് എവിടെ വരും? ബിൽഡിങ്ങിന്റെ അപ്പർമോസ്റ്റ് പാർട്ടായിട്ട് വരും. The main function of a roof is to enclose the space of a building and to protect the same from damaging effects of weather elements such as rain, wind, heat, snow, etc. So weathering agents in the ill effects ൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ റൂഫ് ഉപയോഗിക്കുന്നു. പിന്നെ ഒരു മേജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ to enclose the space of a building. To enclose space of the ബിൽഡിങ്ങിന്റെ സ്പേസിനെ എൻക്ലോസ് ചെയ്യാൻ റൂഫിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. Then a good roof increases the life of the building by preventing deterioration of the building starting from top. Increases life of building by preventing deterioration. ബിൽഡിംഗ് നശിച്ചു പോകുന്നതിൽ നിന്നും റൂഫ് സഹായിക്കുന്നു. സോ അങ്ങനെ ബിൽഡിംഗ് നശിച്ചു പോവാതിരിക്കാൻ റൂഫ് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് ഇറ്റ് ഇൻക്രീസസ് ദ ലൈഫ് ഓഫ് ബിൽഡിംഗ്. അതായത് ബിൽഡിങ്ങിന് ഒരു കവറിംഗ് ആണ് റൂഫ്.
സോ റൂഫ് ബിൽഡിങ്ങിനെ കവർ ചെയ്യുമ്പോൾ അതൊരു പ്രൊട്ടക്ഷൻ ആണ് ബിൽഡിങ്ങിന്. അതങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ബിൽഡിംഗ് ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ആവുന്നു. സോ ദ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് increases. So roof increases the life of building by preventing deterioration of the building starting from ടോപ്പിൽ നിന്നുള്ള ഡിറ്റീരിയറേഷൻ പ്രിവെന്റ് ചെയ്യാൻ റൂഫ് സഹായിക്കും. അങ്ങനെ ഡിറ്റീരിയറേഷൻ പ്രിവെന്റ് ചെയ്യുമ്പോൾ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ഇൻക്രീസ് ചെയ്യും. A solid robust roof is similar to foundation. ഒരു സോളിഡ് റോബസ്റ്റ് റൂഫ് എന്ന് പറയുന്നത് ഫൗണ്ടേഷന് സിമിലർ ആണ്. എങ്ങനെയെന്ന് നോക്കാം. Roof is an essential covering that is placed on houses and buildings. For homes and buildings especially, a roof performs multiple functions, all of which are tied into providing protection. Roof എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിന്റെ എസെൻഷ്യൽ കവറിംഗ് ആണ്. റൂഫ് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിന്റെ വളരെ അത്യാവശ്യമായ ഒരു കവറിംഗ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഓൺ ഹൗസസ് ആൻഡ് ബിൽഡിംഗ്. വീടുകളിലും ബിൽഡിങ്ങിന്റെ മുകളിലും പ്ലേസ് ചെയ്യുന്ന കവറിംഗ് ആണ് റൂഫ്. ഈ റൂഫ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ്. റൂഫ് ഈസ് ആൻ എസെൻഷ്യൽ കവറിംഗ്. റൂഫ് ഈസ് ആൻ എസെൻഷ്യൽ കവറിംഗ്. For homes and buildings especially, roof performs multiple functions, all of which are tied into providing protection. അതായത് റൂഫിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് which leads to the protection of building. ബിൽഡിങ്ങിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് റൂഫിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. Different elements and parts of the roof provide protection to the structures interior and exterior. So roof provides different elements and parts of roof. Different elements and parts of roof provide protection to both interior and exterior. ബിൽഡിങ്ങിന്റെ ഇന്റീരിയറിനും എക്സ്റ്റീരിയറിനും റൂഫ് അതിന്റെ പല പല എലിമെന്റ്സും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് റൂഫിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. Now let's see what are the requirements of a roof. റൂഫിന് എന്തെല്ലാം റിക്വയർമെന്റ്സ് വേണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ is it should be structurally stable, capable of taking the loads likely to come over it. റൂഫ് എന്തായിരിക്കണം? സ്ട്രക്ചറലി സ്റ്റേബിൾ and stable, capable of taking the loads likely to come over it. റൂഫ് സ്ട്രക്ചറലി സ്റ്റേബിൾ ആയിരിക്കണം. റൂഫിന്റെ മുകളിൽ വരാൻ സാധ്യതയുള്ള ലോഡ് എടുക്കാൻ റൂഫ് കേപ്പബിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റിക്വയർമെന്റ്. Second is roof should have efficient waterproofing arrangement. Roof should have efficient waterproofing. റൂഫിനകത്ത് വെള്ളമൊന്നും കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കൊണ്ട് റൂഫിനെ ഡാമേജ് ചെയ്യാനും വെള്ളം കാരണം റൂഫിനൊരു ഡാമേജ് സംഭവിക്കാം. അതുകൊണ്ട് റൂഫിന് വാട്ടർ പ്രൂഫിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കണം. റൂഫ് ഷുഡ് ബി വെൽ ഡ്രെയിൻഡ്. അതായത് റൂഫിൽ വെള്ളമൊന്നും കെട്ടി തങ്ങി നിൽക്കാൻ പാടില്ല. അതിന് പ്രോപ്പർ ഡ്രെയിനിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. സോ റൂഫ് ഷുഡ് ബി വെൽ ഡ്രെയിൻഡ്. Then roof should be fire resistant. Roof should be fire resistant. Almost എല്ലാ കമ്പോണന്റും പറയുന്നതാണ് ഫയർ റെസിസ്റ്റന്റ് ആയിരിക്കണം. സോ റൂഫും ഫയർ റെസിസ്റ്റന്റ് ആയിരിക്കണം. തീ പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യുന്ന ടെൻഡൻസി റൂഫിനുണ്ടാവാൻ പാടില്ല. Then next requirement is roof should be durable against adverse effects of various agencies such as wind, rain, sun, etc.
വെതറിംഗ് ഏജൻസിന്റെ അഡ്വേഴ്സ് ഇഫക്ട്സിൽ നിന്നും ഡ്യൂറബിൾ ആയിരിക്കണം റൂഫ്. Should be durable against adverse effects of sun, wind, sun with rain പോലത്തെ വെതറിംഗ് ഏജൻസിന്റെ അഡ്വേഴ്സ് ഇഫക്ട്സിൽ നിന്നും റൂഫ് ഡ്യൂറബിൾ ആയിരിക്കണം. Then roof should provide adequate insulation against sound. Sound insulation provide ചെയ്യണം. Then the last requirement is roof should provide adequate heat insulation. Sound insulation വേണം, heat insulation provide ചെയ്യണം. So these are the requirements of a good roof. Should be structurally stable, capable of taking load coming over it. Roof should have efficient waterproofing arrangement. Roof should be well drained. Roof should be fire resistant. Roof should be durable against adverse effects of sun, wind, rain, etc. Roof should provide adequate sound insulation. And the last one is roof should provide adequate heat insulation. Now let's see what are the various types of roofs. Types of roofs. So the selection of the type of roof depends upon the shape or plan of the building, climatic condition of the area and type of construction materials available. നമ്മൾ ഒരു ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന് ഏത് ടൈപ്പ് റൂഫ് ആണ് വേണ്ടത് എന്ന് എങ്ങനെ സെലക്ട് ചെയ്യും? അത് സെലക്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ഫാക്ടർ യു ഹാവ് ടു സീ ദ ഷേപ്പ് ഓർ പ്ലാൻ ഓഫ് ദ ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ ഷേപ്പ് അല്ലെങ്കിൽ പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കണം. അതനുസരിച്ചുള്ള ഒരു ടൈപ്പ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. പിന്നെ നമ്മൾ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലത്തെ ആ ഏരിയയിലെ അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ഇരിക്കുന്ന ഏരിയയിലെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് നോക്കണം. ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് നോക്കണം. പിന്നെ വേറെ തേർഡ് ഫാക്ടർ ഏതാണെന്ന് വെച്ചാൽ വി ഹാവ് ടു സീ ദ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അവൈലബിൾ. അവിടെ എന്ത് ടൈപ്പ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് ലഭ്യമെന്ന് നമ്മൾ നോക്കണം. അതനുസരിച്ച് വേണം നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റൂഫ് ചൂസ് ചെയ്യാൻ എന്നുള്ളത് തീരുമാനിക്കാം. സോ ഹൗ ഡു യു സെലക്ട് ദ ടൈപ്പ് ഓഫ് റൂഫ്? There are three factors to be considered. First is the shape or plan of the building, climatic conditions of the area, and the last is type of construction material available. Selection of type of roof depends on ഏത് തരത്തിലുള്ള റൂഫാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യും? 3 ഫാക്ടേഴ്സിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇസ് shape or plan of the building. ബിൽഡിങ്ങിന്റെ ഷേപ്പോ പ്ലാനോ നമ്മൾ നോക്കണം. അതനുസരിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നോക്കണം. Climatic conditions of the area. And the last point is type of construction material
അവൈലബിൾ. അവിടെ അവൈലബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഏതാണ് നോക്കാം. സോ ഈ 3 ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്യും ദ ടൈപ്പ് ഓഫ് റൂഫ് ടു ബി ചോസൺ. Now let's see what are the different types. First one is pitched or sloped roof. Pitched or sloped roof. എന്താണ് നോക്കാം. Pitched roofs have sloping top surface. ആ പേര് പോലെ തന്നെ sloped roof, അതായത് pitched roofന്റെ top surface sloping ആയിരിക്കും. Sloping top surface. Then these are suitable in areas where rainfall or snowfall is heavy. എവിടെയാണ് ഇത് suitable? Heavy rainfall or snowfall ഉള്ളിടത്താണ് pitched roof യൂസ് ചെയ്യുന്നത്. അതായത് വാട്ടർ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകണം. അപ്പോൾ സ്ലോപ്പിംഗ് ആയിട്ടുള്ള റൂഫ് ആണെങ്കിൽ റൂഫിൽ വെള്ളം നിൽക്കത്തില്ല, അതങ്ങ് ഒഴുകിപ്പോകും. സോ അതുകൊണ്ട് ഹെവി റെയിൻഫോളോ സ്നോഫോളോ ഉള്ളിടത്താണ് നമ്മൾ പിച്ച്ഡ് അല്ലെങ്കിൽ സ്ലോപ്ഡ് റൂഫ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. സൂട്ടബിൾ ഇൻ ഏരിയാസ് വേർ ഹെവി റെയിൻഫോൾ ഓർ സ്നോഫോൾ ഇസ് പ്രസന്റ്. ഹെവി റെയിൻഫോൾ അല്ലെങ്കിൽ സ്നോഫോൾ ഉള്ള സ്ഥലത്താണ് നമ്മൾ സ്ലോപ്ഡ് റൂഫ് സൂട്ടബിൾ. ദെൻ buildings with limited width and simple shape can generally be covered satisfactorily by pitched roof. എങ്ങനത്തെ ബിൽഡിംഗ് ആണ്? വിഡ്ത്ത് കുറച്ചും സിമ്പിൾ ഷേപ്പ് ഉള്ളതിനെ നമുക്ക് പിച്ച്ഡ് റൂഫ് ഉപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റും, നല്ലപോലെ കവർ ചെയ്തെടുക്കാൻ പറ്റും. ബിൽഡിങ്സ് വിത്ത് ലിമിറ്റഡ് വിഡ്ത്ത്. Can be satisfactorily covered. അതായത് സിമ്പിൾ ഷേപ്പ് ഉള്ള ചെറിയ വിട്ടുള്ള ബിൽഡിങ്സിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പിച്ച്ഡ് റൂഫ് വെച്ച് കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ആൻഡ് പിച്ച്ഡ് റൂഫ് അല്ലെങ്കിൽ സ്ലോപ്ഡ് റൂഫിനെ നമ്മൾ ബാക്കിയുള്ള റൂഫുകൾ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ദേ ആർ ലൈറ്റർ. pitched roofന്റെ weight കുറവായിരിക്കും. They are lighter and they are either constructed in wood or steel. Steel അല്ലെങ്കിൽ wood ഉപയോഗിച്ചായിരിക്കും pitched roof കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ pitched roofന്റെ തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിംഗിൾ റൂഫ്, ഡബിൾ റൂഫ് ആൻഡ് ട്രസ്ഡ് റൂഫ്. pitched roofന്റെ ക്ലാസിഫിക്കേഷൻ ആണ് single roof, double roof and trussed roof. Single roof, double roof and trussed roof. ഇതാണ് 3 types of pitched roof or sloped roof. So എന്താണ്? ഒരു സ്ലോപ്പിംഗ് ടോപ്പ് സർഫസ് ഉള്ള റൂഫിനെയാണ് pitched roof അല്ലെങ്കിൽ സ്ലോപ്ഡ് റൂഫ് എന്ന് വിളിക്കുന്നത്. അത് എവിടെയാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്? ഹെവി റെയിൻഫോളോ സ്നോഫോളോ ഉള്ളിടത്ത്. പിന്നെ കുറച്ച് വിട്ടും സിമ്പിൾ ഷേപ്പുള്ള ബിൽഡിങ്ങിനെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പിച്ച്ഡ് റൂഫ് അല്ലെങ്കിൽ സ്ലോപ്ഡ് റൂഫ് ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ദെൻ pitched roof is comparatively lighter and it is usually made of steel or wood. The different types of pitched or sloped roof are single roof, double roof and trussed roof. Single roof, double roof and trussed roof. Now next type is roof is flat roof. Next type of roof is flat roof. Flat roofs are suitable for buildings in plains or in hot regions where rainfall is moderate and no snowfall occurs. എവിടെയാണ് suitable?
suitable for buildings in plains or hot regions with moderate rainfall and no snowfall. പ്ലെയിൻസിലോ ഹോട്ട് റീജിയൻസിലോ, അതായത് ഒരു മീഡിയം മോഡറേറ്റ് ആയിട്ടുള്ള റെയിൻഫോളും തീരെ സ്നോഫോളും ഇല്ലാത്ത പ്ലെയിൻസിലോ ഹോട്ട് റീജിയൻസിലോ ഒക്കെയാണ് ഫ്ലാറ്റ് റൂഫ് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് ഉള്ളത്. They are equally applicable to buildings of any shape and size. ഏത് ഷേപ്പിലും സൈസിലും ഉള്ള ബിൽഡിങ്സിനും യൂസ് ചെയ്യാം. ബിൽഡിങ്സ് ഓഫ് എനി ഷേപ്പ് ആൻഡ് സൈസ്, ഏത് ഷേപ്പിലും സൈസിലുള്ള ബിൽഡിങ്ങിനും അത് ഈക്വലി ആപ്ലിക്കബിൾ ആണ്. Flat roofs have high initial cost, but they are extensively adopted for creating additional space in the building. ഇതിന് ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. ഹൈ ഇനീഷ്യൽ കോസ്റ്റ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലാറ്റ് റൂഫ്സ് ആർ extensively adopted for creating additional space. Extensively adopted for creating additional സ്പേസ്. എങ്ങനെയാണ്? ഫ്ലാറ്റ് റൂഫ് ഉണ്ടെങ്കിലാണ് നമുക്ക് ടെറസ് ഒക്കെ പറ്റുന്നത്. സ്ലോപ്പിംഗ് റൂഫിന്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റില്ല. അതേസമയം ഫ്ലാറ്റ് റൂഫ് ആണ് യൂസ് ചെയ്യുന്ന ബിൽഡിങ്സിലാണ് ടെറസ് വരുന്നത്. അപ്പൊ നമുക്ക് ടെറസ് ഒരു അഡീഷണൽ സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. സോ എന്തൊക്കെയാണ് ഫ്ലാറ്റ് റൂഫിനെ പറ്റി അറിയുന്നത്? ദേ ആർ സ്യൂട്ടബിൾ ഫോർ ബിൽഡിങ്സ് ഇൻ പ്ലെയിൻസ് ഓർ ഹോട്ട് റീജിയൻസ് വിത്ത് മോഡറേറ്റ് റെയിൻഫോൾ ആൻഡ് നോ സ്നോഫോൾ. പ്ലെയിൻസിലോ അല്ലെങ്കിൽ ഹോട്ട് റീജിയൻസിലോ, അതായത് മോഡറേറ്റ് റെയിൻഫോളും തീരെ സ്നോഫോൾ ഇല്ലാത്ത സ്ഥലം, അവിടെയാണ് ഫ്ലാറ്റ് റൂഫ്സ് സൂട്ടബിൾ. ഫ്ലാറ്റ് റൂഫ്സ് ക്യാൻ ബി ഈസ് ആപ്ലിക്കബിൾ ടു ബിൽഡിങ്സ് ഓഫ് എനി ഷേപ്പ് ആൻഡ് സൈസ്. ഏത് ഷേപ്പിലും സൈസിലുള്ള ബിൽഡിങ്ങിന് നമുക്ക് ഫ്ലാറ്റ് റൂഫ് യൂസ് ചെയ്യാം. അതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് വളരെ ഹൈ ആണ്. പക്ഷേ എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ ഫ്ലാറ്റ് റൂഫ് യൂസ് ചെയ്യുന്നു ഫോർ ക്രിയേറ്റിംഗ് അഡീഷണൽ സ്പേസ് ഇൻ ദ ബിൽഡിംഗ്. ഫോർ ക്രിയേറ്റിംഗ് അഡീഷണൽ സ്പേസ് ഇൻ ദ ബിൽഡിംഗ് വി യൂസ് ഫ്ലാറ്റ് റൂഫ്. ഫ്ലാറ്റ് റൂഫിന്റെ രണ്ട് ടൈപ്സ് ഉണ്ട്. RCC റൂഫും മെഡ്രാസ് ടെറസ് റൂഫും. RCC റൂഫും മെഡ്രാസ് ടെറസ് റൂഫ്. ഇതാണ് ഫ്ലാറ്റ് റൂഫിന്റെ രണ്ട് ടൈപ്സ്. ഫ്ലാറ്റ് റൂഫ്സ് ആർ roofs which is nearly flat or at a slope of up to 10%. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരിക്കും ഫ്ലാറ്റ് റൂഫ്, അല്ലെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു 10 ഡിഗ്രിക്ക് അകത്തേ വരും. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ലോപ്പ്. അങ്ങനെയുള്ള റൂഫാണ് ഫ്ലാറ്റ് റൂഫ്. അതിന്റെ രണ്ട് ടൈപ്സ് ആണ് RCC റൂഫും മെഡ്രാസ് ടെറസ് റൂഫും. RCC റൂഫും മെഡ്രാസ് ടെറസ് റൂഫും. Now the last type of roof, curved roofs. Curved roof. So അതിന്റെ പേര് പോലെ തന്നെ curved roof എങ്ങനെയായിരിക്കും? Curved roofന്റെ ടോപ്പ് സർഫേസ് curved ആയിരിക്കും. Curved top surface ആണ്. So such roofs are provided to give architectural effects. എന്താണ് അതിന്റെ purpose? To give architectural
ആർക്കിടെക്ചറൽ ഇഫക്ട്സ് കൊടുക്കാൻ വേണ്ടിയാണ് കർവ്ഡ് റൂഫ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ ഇൻക്ലൂഡ് സിലിണ്ടറിക്കൽ ആൻഡ് പാരബോളിക് ഷെൽസ് ആൻഡ് ഷെൽ ഡോംസ് എക്സെട്ര. സോ കർവ്ഡ് റൂഫിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? സിലിണ്ടറിക്കൽ ഓർ പാരബോളിക് ഷെൽസ്, സിലിണ്ടറിക്കലോ അല്ലെങ്കിൽ പാരബോളിക് ഷെൽസ് ആവാം കർവ്ഡ് റൂഫ്, അല്ലെങ്കിലോ ഷെൽ ഡോംസ്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് കർവ്ഡ് റൂഫ്. They are suitable for public buildings like libraries, theaters, recreation centers. Suitable for public buildings like library, theater, recreation center. So curved roof എന്ന് പറഞ്ഞാൽ, as the name says, the top of the roof will be curved and it is used to give architectural effects. Curved roof എങ്ങനെയൊക്കെ ആവാം? സിലിണ്ടറിക്കൽ ഷെൽ ആവാം, പാരബോളിക് ഷെൽ ആവാം, അല്ലെങ്കിൽ ഷെൽ ഡോമിന്റെ രീതിയിലാവാം. എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? സൂട്ടബിൾ ഫോർ പബ്ലിക് ബിൽഡിംഗ്സ് ലൈക്ക് ലൈബ്രറി, തിയേറ്റേഴ്സ്, recreation centers etc. So curved roof എന്ന് പറഞ്ഞാൽ ടോപ്പ് സർഫേസ് കർവ്ഡ് ആയിരിക്കും. It is used to give architectural roofs are provided to give architectural effects, and such roofs include cylindrical and parabolic shells, shell domes etc. And these are suitable to public buildings like library, theater or recreation centers.